നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ബാഴ്സലോണ സീസണിൽ അവരുടെ രണ്ടാമത്തെ മത്സരം, ക്യാമ്പ് നൗവിലെ ആദ്യ മത്സരം ഇത് കളിക്കുകയുണ്ടായി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ പരാജയപ്പെടുത്തി. ഈ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണ ഗംഭീരമായിട്ടുള്ള ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. അത് 2-0 എന്നുള്ള സ്കോർ ലൈൻ കൊണ്ട് അത് റിഫ്ലക്റ്റ് ആവുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ബാഴ്സയുടെ ഓരോ താരങ്ങളുടെയും പെർഫോമൻസ് ഒന്ന് എടുത്ത് വിലയിരുത്തി നോക്കുകയാണ്. ആദ്യം ഗോൾ കീപ്പറിലും തുടങ്ങാം. ജോയൻ ഗാർഷ്യ. ബാഴ്സ ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം കളിയുടെ ഫസ്റ്റ് 45 മിനിറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ നേരേക്ക് ഒരു ഷോട്ടും വന്ന് അദ്ദേഹത്തിന് സേവ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ 13 പാസുകൾ മാത്രമാണ് ഒരു ഡ്യൂറേഷനിൽ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നത്. എന്തായാലും വെൻ ഹി വാസ് ഓൺ ദി ബോൾ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രണ്ടാം പകുതിയിലും വലിയ രൂപത്തിൽ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. സോ ജോയൻ ഗാർഷ്യക്ക് പ്രത്യേകിച്ച് പണിയുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് നമ്മൾ 8 മാർക്ക് കൊടുക്കുന്നു. എന്തായാലും ആഫ്റ്റർ ദി ബ്രേക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി സേവുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിനൊരു ട്രബിൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നും ആയിരുന്നില്ല. എറിക് ഗാർഷ്യ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷൻ അദ്ദേഹം റീറ്റെയിൻ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. നിക്കോ വില്യംസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ജോബ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ ചെയ്തു. ഒരു ഗ്രേറ്റ് ജോബ് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നടന്നു. ഡിഫെൻസീവ്ലി അദ്ദേഹം റോക്ക് സോളിഡ് ആയിരുന്നു. അദ്ദേഹത്തെ ആ ഒരു ഡ്രിബിൾ പാസ് ചെയ്ത് കിടക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ 10-ൽ 8.5 എറിക് ഗാർഷ്യക്കുള്ള റേറ്റിംഗ് എങ്കിൽ പൗ കുബാർസി ഫിഫ വേൾഡ് കപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള കളിക്കാരനാണ്. അദ്ദേഹം ആ വേൾഡ് കപ്പിന് ശേഷമുള്ള ഫസ്റ്റ് ഒഫീഷ്യൽ മത്സരമാണ് ഈ കളിക്കാൻ ഇറങ്ങിയത്. ഒഫീഷ്യൽ മത്സരത്തിൽ സ്റ്റാർട്ടായിരുന്നു ഇത്. അത് അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. താൻ കുറഞ്ഞ നാളുകൾ കളിക്കാതിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രശ്നവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സോ ഡിഫെൻസീവ്ലി അദ്ദേഹം മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. 10-ൽ 8.5 അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. ജെറാർഡ് മാർട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കുബാർസിക്കൊപ്പം വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. റീസണബിളി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ശരിയാണ്, ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു പുവർ ഷോട്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ജോബ്. അദ്ദേഹം അതിലല്ലോ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒരു തരത്തിലുള്ള മേജർ എററും അദ്ദേഹം നടത്തിയിട്ടില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് പൊസിഷൻ്റെ സമയത്തൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ റിലയബിൾ ആയിരുന്നു. സോ അദ്ദേഹത്തിന് നമ്മൾ 10-ൽ 8 മാർക്ക് കൊടുക്കുന്നു. ഷാവി എസ്പാട്ട് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷനിലല്ല, ഒരിക്കൽ കൂടി അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ തന്നെ കളിച്ചു. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാൽഡെ, കൺസേലോ തുടങ്ങിയവർക്ക് ഉണ്ടാകുമ്പോഴും അവരെക്കാൾ മുമ്പ് ഇപ്പോൾ പെക്കിംഗ് ഓർഡറിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാലും ഡിഫെൻസീവിൽ അദ്ദേഹം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വൺസ് അഗെയിൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ മികച്ചതായിരുന്നു. പക്ഷേ കഴിഞ്ഞ കളിയിൽ പോലെ ഒരു മികച്ചൊരു ഔട്ട്പുട്ട് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് 10-ൽ 7.5 നമ്മൾ കൊടുക്കുന്നത്. മാർക്ക് ബെർണാലിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കളിയിൽ അത്ര മികച്ചൊരു ഒരു പ്രകടനമായിരുന്നില്ല. ഈ കളിയിൽ ഒന്നുകൂടി അദ്ദേഹം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ റോഡ്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ബെർണാൽ ബെഞ്ചിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്തായാലും ഉണ്ട്. ഇപ്പോൾ ഈ കളിയിൽ ഏതായാലും ബെർണാഡ് കുറച്ചുകൂടി ബെർണാൽ എന്നിവിടെ പറഞ്ഞു പോയിട്ടുണ്ടായി, ഇനി അതൊരു വിഷയമാക്കണ്ട. ബെർണാൽ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും 10-ൽ 7 കൊടുക്കുന്നു. പെഡ്രിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരിക്കൽ കൂടി അദ്ദേഹം മികച്ച പെർഫോമൻസാണ് നടത്തുന്നത്. ഈ പുതിയ ക്യാമ്പയിൻ ഏറ്റവും നന്നായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പീക്കിലേക്ക് പോകുന്നൊരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത്. റാഫിഞ്ഞയുടെ ആ ഒരു ഓപ്പണിംഗ് ഗോളിന് കൊടുത്തിട്ടുള്ള ആ ഒരു അസിസ്റ്റ്, അതൊരു സൂപ്പർ പാസ്സായിരുന്നു. അത് കിടലിനായിട്ട് ബ്രസീലിയൻ സൂപ്പർ താരം ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഏതായാലും നല്ല രൂപത്തിൽ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. നമ്മൾ അദ്ദേഹത്തിന് 10-ൽ 9 കൊടുക്കുന്നു. ഒരിക്കൽ കൂടി ഫെർമിൻ ലോപ്പസ് ഒരു നമ്പർ 10 റോളിൽ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം വൈഡർ റോളിലേക്ക് പോകുന്ന ചില കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ അദ്ദേഹം കുറച്ചുകൂടി വൈഡറായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്തു. അദ്ദേഹം ഗോൾ അടിക്കുന്ന കാഴ്ചയും കണ്ടു. സോ ഫെർമിൻ ലോപ്പസിന് 10-ൽ 8.5. ലമീൻ യമാലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ടാലൻറ്റിനൊത്തുള്ള പ്രകടനം വരുന്നുണ്ടോ എന്ന സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കളിയിൽ അദ്ദേഹം ഗോൾ അടിച്ചില്ല, അസിസ്റ്റ് കൊടുത്തില്ല എന്നതിനപ്പുറത്തേക്ക് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്.
അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അൺലക്കി ഉനായ് സിമോൺ അത് സേവ് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് അദ്ദേഹം കളിച്ചിട്ടുമുണ്ട്. സോ 10.5 അദ്ദേഹത്തിന് കൊടുക്കുന്നത്. റാഫീഞ്ഞ ഒരിക്കൽ കൂടി അദ്ദേഹം സ്ട്രൈക്കറായിട്ട് കളിക്കുകയുണ്ടായി, നമ്പർ 9 ആയിട്ട് കളിക്കുകയുണ്ടായി. അദ്ദേഹം ഗോളടിച്ചു. ഫോക്കൽ പോയിൻ്റ് അദ്ദേഹമായിരുന്നു. ഇപ്പോൾ 2 കളിയിൽ നിന്ന് 3 ഗോൾ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ബാഴ്സയുടെ അറ്റാക്കിൻ്റെ ഫോക്കൽ പോയിൻ്റ്. സോ പെഡ്രി കൊടുത്തിട്ടുള്ള ആ പാസ് അത് വളരെ മികച്ച രൂപത്തിൽ വളരെ കാമായിട്ട് ഗോൾ കീപ്പറുമായിട്ടൊരു എൻകൗണ്ടർ വരുമ്പോൾ അദ്ദേഹത്തെ മറികടന്ന് പോയിട്ട് ഗോളടിച്ചു. സൂപ്പർ പ്രകടനമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വുഡ് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നല്ല രൂപത്തിൽ അദ്ദേഹം ബിൽഡപ്പിലും പ്രസ്സിങ്ങിലുമൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 10.5 റാഫീഞ്ഞയുടെ ഒരു റേറ്റിംഗ്. ആൻ്റണി ഗോർഡൻ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കളിയിൽ അദ്ദേഹം കുറഞ്ഞ സമയമാണ് കളിച്ചത്, പക്ഷേ നല്ല രൂപത്തിൽ പെർഫോം ചെയ്തിരുന്നു. അതിൻ്റെ പ്രതിഫലം എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ഗോളടിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹം ഈ അറ്റാക്കിലൊക്കെ ലിങ്ക് പ്ലേയിൽ വളരെ നല്ല രൂപത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് 10.5 കൊടുക്കുന്ന റേറ്റിംഗ്. ഡാനി ഓൾമോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ റാഫീഞ്ഞയ്ക്ക് പകരമാണ് വന്നത്. ഏതായാലും നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തെ ഏൽപ്പിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. 7.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. റോഡ്രി വന്നതോടുകൂടി ബാഴ്സലോണ സിംഗിൾ പിവോട്ട് എന്ന രൂപത്തിലേക്ക് മാറുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കളി ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ നീറ്റായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസീവ് വർക്ക് റേറ്റ് വളരെ മികച്ചതായിരുന്നു. കുറച്ചുകൂടി സ്റ്റേബിളായിട്ടുള്ളൊരു പെർഫോമൻസ് അദ്ദേഹം വരുമ്പോൾ ബാഴ്സലോണ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമാണ്. അദ്ദേഹത്തിന് 10.8 കൊടുക്കുമ്പോൾ കരീം അഡേയമി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടുള്ള താരമാണ്. ഗോർഡന് പകരം അദ്ദേഹം വന്നു. ഒരു ടീമിൻ്റെ സെക്കൻഡ് ഗോളിനുള്ളൊരു ഓപ്പണിങ് ഒരുപക്ഷെ ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ചുകളിലൊന്നിലൂടെയാണ് അത് വരുന്നത്. ഏതായാലും അദ്ദേഹത്തിന് റേറ്റിംഗ് 10.7.5. ചുരുക്കി പറഞ്ഞാൽ ബാഴ്സലോണ ഒരിക്കൽ കൂടി നല്ല പ്രകടനമാണ് നടത്തിയത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഒരു മോശം ടീമല്ല എന്ന് നമുക്കറിയാലോ. സോ അവരെ ശരിക്കും പറഞ്ഞാൽ ചിത്രത്തിലില്ലാത്ത രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ 2-0 എന്നുള്ള ഈ ഗോൾ സ്കോറിങ് ബാഴ്സലോണ നടത്തിയിട്ടുള്ള ആധിപത്യം എടുത്ത് കാണിക്കുന്ന ഒന്നല്ല. ബട്ട് സ്റ്റിൽ 2-0 ഇറ്റ്സ് ഓക്കെ. കാരണം ആദ്യ മത്സരത്തിൽ അവർ 5 ഗോളുകൾ അടിച്ച്, രണ്ടാം കളിയിൽ 2 ഗോൾ അടിച്ച്, ടോട്ടൽ 7 ഗോൾ 2 കളി കൊണ്ട് അടിച്ച്, 1 ഗോൾ തിരികെ വാങ്ങിയിട്ടില്ല. നല്ല രൂപത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ മികച്ച രൂപത്തിലേക്ക് ബാഴ്സ മാറുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.